എൻ്റെ പേര് പ്രകാശ് എന്നാണ്. ഞാൻ ഇവിടെ തൃശ്ശൂർ കോർണൂരാണ് വീട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കർക്കിടക ചികിത്സയ്ക്കായിട്ട് കർക്കിടകത്തിൽ ഒരു ആരോഗ്യ സംരക്ഷണം എന്നുള്ള രീതിയിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് വൈഫ് രാധ. എനിക്ക് അങ്ങനെ ഇതിന് വന്നതാണ്. അപ്പം എനിക്ക് നേരത്തെ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റിലെ ഞാൻ കാർഡിയാക് പേഷ്യൻ്റാണ്. ഒരു 4 സ്റ്റെൻഡ് 4 പ്രാവശ്യമായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് GBI ഡോക്ടറായിട്ടാണ് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോക്ടർക്ക് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഈവൻ എനിക്ക് രാത്രി ഭയങ്കര മൂക്കടപ്പ് എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ ഡോക്ടർക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓർമ്മ വരുന്നത്. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇത് ചെയ്ത് 3-ാമത്തെ ദിവസം എനിക്ക് തലവേദന വന്നപ്പോൾ എനിക്കൊരു ഡൗട്ടായി. മൈഗ്രെയിൻ, എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മൈഗ്രെയിൻ എല്ലാ വർഷവും വരാറുണ്ട്. അപ്പോൾ അത് ഈ കാർഡിയാക്ക് പ്രോബ്ലം വന്നതിന് ശേഷം പിന്നെ അത് ഉണ്ടായിട്ടില്ല. എത്ര വർഷം എനിക്ക് 2011 ഫസ്റ്റ് കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് പിന്നെ അങ്ങനെ ഒരു മൈഗ്രെയിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയ തോന്നൽ എനിക്കുണ്ടായി. തലവേദന എന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ മരുന്ന് തന്നു, കഴിച്ചു. പിന്നെ എന്തോ ഒരു മരുന്ന് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ. അത് ഇട്ടിട്ടും എനിക്ക് കാര്യമായിട്ട് കുറവുണ്ടായില്ല. കുറഞ്ഞു, കാര്യമായിട്ട് കുറവുണ്ടായില്ല എന്നല്ല, പക്ഷെ അന്ന് തന്നെ ഫുള്ള് ക്യൂറായില്ല. അപ്പം എനിക്ക് മുമ്പത്തെ ആ ഒരു ഇതിനോട് ഒരു സിംറ്റം എനിക്ക് തോന്നി, ഈ മൈഗ്രെയിൻ്റെ. പിറ്റേ ദിവസം അതിൻ്റെ തലവേദന ഹാമോർ അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ പിറ്റേ ദിവസം അപ്പോൾ ഡോക്ടർ അതിനുള്ള കൂടി ട്രീറ്റ്മെൻറ്റ് നിന്നുകൊണ്ട് പിന്നെ മൂക്കടപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് റെഗുലറായിട്ട് മരുന്നൊന്നുണ്ടാവും. പിന്നെ തലവേദന മാറി. ഇപ്പോൾ മൂക്കടപ്പ് എനിക്ക് രാത്രിയാണ് പതിവുള്ളൂ, പകലൊന്നും ഇല്ല. രാത്രി കിടക്കാൻ നിന്ന് ആ റൂമിൽ കയറി കഴിഞ്ഞാൽ അപ്പം മൂക്കടപ്പ് വരും. 2 മൂക്ക് അടയാറുണ്ട്. അതെല്ലാം ക്യൂറായിട്ടുണ്ട്. ഏറെക്കുറെ ക്യൂറായി എന്ന് പറയാം. അപ്പോൾ ആകെ 7 ട്രീറ്റ്മെൻറ്റേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ടോട്ടൽ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ ഇവിടുത്തെ ഫുഡ് വളരെ ടേസ്റ്റാണ്. ഇവരെല്ലാവരും നല്ല കെയറിങ് ആണ്. ആറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്താണ് വിശേഷങ്ങളെന്ന് ചോദിക്കും. ഓഫീസിലുള്ളവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ അടുത്ത് എല്ലാ വിശേഷങ്ങളും ചോദിക്കാറുണ്ട്. അങ്ങനെയുണ്ട് വ്യത്യാസങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ടാണ് ഇവിടെ തോന്നിയിട്ടുള്ളത്. ഒരു ശരിക്കും പറഞ്ഞാൽ ഇത്ര അടുത്തായത് ഞാനിത് അറിയുന്നുണ്ടായിരുന്നില്ല. തൃശ്ശൂർ ജില്ലക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെ പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. വന്നപ്പോൾ നമുക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റ് അല്ല. ഞാൻ 2 മാസം കൂടി കഴിഞ്ഞിട്ട് വൈഫിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് ഒന്നുകൂടെ വന്ന് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചക്ക് ചെയ്തിട്ടില്ലാത്ത ആൾക്ക് നല്ല റിലീസ് ഉണ്ട്. അപ്പോൾ അത് പല കാര്യങ്ങളും റിലീസായിട്ടുണ്ട്, റിലീഫും കിട്ടിയിട്ടുണ്ട്. പിന്നെ ആൾ പറയും ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാൻ രാധ. ഞാൻ 2 വർഷം മുമ്പ് എനിക്ക് ഷോൾഡർ സ്റ്റിഫ്നെസ് വന്നു. അപ്പോൾ അത് അന്ന് നമ്മൾ ഓർത്തോനെ കണ്ട് ഓർത്തോ ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്തു. ഫിസിയോതെറാപ്പി ചെയ്ത് വേദന ഒക്കെ കുറഞ്ഞിരുന്നു. പക്ഷേ 1 വർഷം മുമ്പ് എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റാതെ കൈയിൻ്റെ കോർഡിനേഷൻ നഷ്ടപ്പെട്ടൊരവസ്ഥ. അതായത് നമുക്ക് ഫുഡ് സ്പൂണിലൊന്നും കോരി കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വാരി കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൂർന്നു പോവുക. അതുപോലെ എഴുതുമ്പോൾ നമ്മുടെ സാധാരണ ഫോണ്ട് ഇങ്ങനെ ചെറുതായി, പിന്നെ എഴുതി വരുമ്പോൾ ചെറുതായി വരുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ തന്നെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു ഫിസിയോതെറാപ്പിയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമില്ല, ന്യൂറോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാർക്കിൻസൺ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ഏജിൽ വെച്ചിട്ട് അത് തുടങ്ങാനുള്ള ഒരു സ്റ്റേജ് ആയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ അത് തുടക്കത്തിൽ തന്നെ കണ്ടു. ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കഴിക്കണം, ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണം. പക്ഷേ എനിക്ക് കഴിഞ്ഞ മാസം എൻ്റെ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ പനി നിൽക്കാതെ വന്നപ്പോൾ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കു ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞ മാസം. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കുറേ ദിവസം ഈ മെഡിസിൻ നിന്ന് പോയപ്പോൾ വീണ്ടും ആ കോർഡിനേഷൻ കുറച്ചും കൂടി കുറഞ്ഞ പോലെ തോന്നി എനിക്ക്. അതായത് കോർഡിനേഷൻ ഇല്ലാത്ത പോലെ തോന്നി. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് ആവാം എന്നുള്ളതിൽ ഏതായാലും ഞങ്ങൾ ഒരു കർക്കിടക ചികിത്സയ്ക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ മാത്രമേ മോശമില്ലാത്തൊരു ഫീഡ്ബാക്കും കണ്ടുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ നോക്കി ഡോക്ടറായിട്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഓക്കെ നമുക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു.
അങ്ങനെ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആഴ്ചയായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ കൈ എനിക്ക് ഭയങ്കര സ്റ്റിഫായ പോലെ തോന്നി. നമുക്ക് സാധാരണ ഒരു മറ്റുള്ള രണ്ട് കൈയും ഇടത്ത കൈൻ്റെ അത്ര ഈസി ആയിട്ട് എനിക്ക് വലത്തെ കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഈ ഒരു 7 ദിവസത്തെ ചികിത്സ കൊണ്ട് തന്നെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി ഫ്ലെക്സിബിളായി, നമുക്ക് മൂവ്മെൻ്റൊക്കെ കുറച്ചും കൂടിയും ഫ്ലെക്സിബിളായ പോലെ തോന്നുന്നുണ്ട്. നല്ല റിലീഫ് തോന്നുന്നുണ്ട്. പിന്നെ മുടി നന്നായി കൊഴിഞ്ഞു പോയിരുന്നു. പനി വന്നതിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും. ബെഡിലൊക്കെ നിറച്ച് മുടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ മുടി കൊഴിച്ചിൽ നിന്നു. അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും മുടി കൊഴിച്ചിലൊക്കെ നിന്നു. എന്തായാലും ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. തുടർന്ന് ഞങ്ങളിവിടെ തിരിച്ചു വരും. കാരണം എന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഇത് ലൈഫ് ലോങ് എന്തായാലും ഈ പ്രശ്നം ലൈഫ് ലോങ് ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഇതിൽ മാത്രമല്ല അഡ്മിനിസ്ട്രേഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കെയറിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു വരും. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ ആശംസകളും വളരെ നന്നായി വരട്ടെ. സന്തോഷം.